ശ്രീ ഷാബു പ്രസാദ്, ഇത് വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇതേ സമയത്ത് പ്രൈം ഡിബേറ്റിൽ കൃഷ്ണകുമാർ പറഞ്ഞതാണ്. അതായത് വോട്ട് ചെയ്യിക്കുന്നതിന് മുമ്പല്ല, വോട്ട് ചെയ്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതായത് കൃത്യമായി ആരൊക്കെയാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാതിരുന്നത് അവരെ അടക്കം ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ ഈ എത്തിച്ചവർ അവർ താമരയ്ക്കല്ല മറിച്ച് കൈപ്പത്തിക്കാണ് വോട്ട് കുത്തിയത് എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ഇവരുടെ പ്രയത്നത്തിന് വിളവെടുപ്പ് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞാനെന്ന പറഞ്ഞ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പാണ് താങ്കൾ ഇങ്ങനെ മാറി മാറി പോകുന്നത്. അത് നമ്മുടെ വെറുതെ നമ്മുടെ ആ ഒരു വിഷയത്തിൽ നിന്ന് അനാവശ്യമായിട്ട് മാറിപ്പോകും. ഞാനത് പറഞ്ഞു തുടങ്ങിയില്ലേ ഉള്ളായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ തവണ ഒരുപക്ഷെ BJPക്ക് ലഭിച്ച വോട്ടുകളായിരിക്കാം ഇത്തവണ കുറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് ഇത് മുന്നണികളും പാർട്ടികളും പ്രവർത്തകരുമെല്ലാം ചാനലുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ ആവേശത്തോടുകൂടി നിർണായകമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് കണ്ടതും വിലയിരുത്തിയതുമൊക്കെ. പക്ഷെ ആഫ്റ്റർ ഓൾ ഇത് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻസിനെ ഒരു തരത്തിലും ബാധിക്കാത്ത, ഒരു മാറ്റവും വരുത്താത്ത കേവലം ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് ജനങ്ങൾ അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിസ്സംഗത പൊതുവെ ഉണ്ടായിരിക്കും, എന്തൊക്കെ ആവേശം ഉണ്ടായാലും. കാര്യം ബൈ ഇലക്ഷൻ ഈസ് ഓൾവേസ് എ ബൈ ഇലക്ഷൻ. അപ്പം അങ്ങനെ വന്ന അതൊരു കാരണം. പിന്നെ പാലക്കാട്ടെ യൂത്ത് ഏറ്റവും കൂടുതലുള്ള നിർണായകമായ ഒരു ഘടകമാണ് ചെറുപ്പക്കാരും സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ളവരൊക്കെ. ഇവരൊക്കെ ഈ വോട്ടർമാരിൽ വലിയൊരു ശതമാനം, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പലതും, ഇവര് ദൂരെയുള്ളവരാണ്, പഠിക്കുന്നവരാണ്, ജോലിയായിട്ട് പോകുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണത്. ഒരു വലിയ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിനെയും അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിനെയും ഒക്കെ ബാധിക്കുന്ന ആ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിലാകുമ്പോൾ ഇവരൊക്കെ കഴിയുന്നതും വന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ബൈ ഇലക്ഷനിൽ ഇങ്ങനെ ദൂരെ ജോലി ചെയ്യുന്നവരും അങ്ങനെ എവിടെ നിന്ന് പോയ ആ മൈഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ഒന്നും വന്ന് വോട്ട് ചെയ്തിട്ടില്ല. ആ വോട്ടുകളും BJPക്ക് ഉള്ള വോട്ടുകൾ, നല്ലൊരു ശതമാനം BJPക്ക് വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. കാര്യം അവര് എത്രയാണെങ്കിലും ഇത് ബൈ ഇലക്ഷനാണ്. ഇനി എന്ത് തന്നെ ഞാനിവിടെ BJPയുടെ ദൗർബല്യമായി കാണുന്നത് ഇതൊന്നുമല്ല. ഈ നമ്മുടെ ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കറെ മാത്രം ബേസ് ചെയ്ത് ആ കരുത്തിൽ മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഓപ്പണിങ്ങിലോ സെക്കൻഡിലോ സച്ചിൻ വീണു പോയാൽ പിന്നെ ടീം ഒന്നടങ്കം വീണു. അങ്ങനെ ഒരു രീതി സച്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പോലെ പാലക്കാട് BJP ഫോക്കസ് ചെയ്തത് പൂർണ്ണമായും നഗരസഭയെ മാത്രമായിരുന്നു. നഗരസഭയിലായിരുന്നു മുഴുവൻ ഫോക്കസും കൊടുത്തത്. ശരിയാണ്, BJPയുടെ ശക്തി കേന്ദ്രമാണ്. എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ നഗരസഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ നഗരസഭയിലെ സ്വാധീനം എന്ന് പറയുന്നത്, നഗരസഭയിലെ ആ പ്രവർത്തനം മികച്ചതാണ്. അതുപോലെയുള്ള സ്വാധീനം ഈ പറഞ്ഞ പോലെ മാത്തൂര്, പ്രായിരി, കണ്ണാടി ഇതുപോലുള്ള പഞ്ചായത്തുകളിൽ കൂടെ വ്യാപിപ്പിച്ചിരുന്നുവെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഒരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടാകുമായിരുന്നില്ല. അത് ഇനിയും സമയമുണ്ട്. അതായത് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് ആ രീതിയിൽ പ്രവർത്തിച്ച് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരം പോലെ അല്ലെ പാലക്കാട് പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ. പക്ഷേ അവിടെ കൃത്യമായി സുരേഷ് ഗോപിയെ പോലെ ഒരു ആളെ ഇറക്കി അവിടെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തുടർച്ചയായി പ്രവർത്തിച്ച് അങ്ങനെയാണ് തൃശ്ശൂരിനെ ആ ഒരു A ക്ലാസ് മണ്ഡലമായിട്ടും അവിടെ നിന്ന് ജയിക്കുന്ന അവസ്ഥയിലും വരെ എത്തിയത്. ഇതേപോലെ സംസ്ഥാന വ്യാപകമായിട്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയാവോ? ഇപ്പം ഇവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇപ്പം മഞ്ചേശ്വരം അല്ലെ പാലക്കാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, 1, 2, 3 സ്ഥലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഈ രണ്ട് മുന്നണികൾക്ക്, BJPയുടെ എതിരെയുള്ള 2 മുന്നണികൾക്ക് സുഖമായിട്ട് ഒത്തുകളിച്ച് BJPയെ തകർക്കാൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നേമത്തും വട്ടിയൂർക്കാവിലും എല്ലാം കണ്ടതാണ്. അതേസമയം ഒരേപോലെ ശക്തിയുള്ള ഒരു 10, 15, 20 മണ്ഡലങ്ങളിൽ ഇതേപോലെ ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ 20 ഈ മുന്നണികൾക്ക് ഒത്തുകളിക്കാൻ കഴിയില്ല. അവിടെയാണ് പലപ്പോഴും നമുക്ക് ഈ BJPക്ക്
കൈവിട്ടു പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ പാലക്കാട് ഇത്രയധികം ശ്രദ്ധ, ഭയങ്കരളക്കിയുള്ള പ്രചരണം, നമ്മൾ ജയിക്കും 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 എന്നുള്ള ഒരു ആത്മവിശ്വാസം പടർത്തലെല്ലാം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ കൂടുതൽ, എതിരാളികൾ കൂടുതൽ ജാഗരൂകരാകും. അതേസമയം ഈ പാലക്കാട് പോലെ ഇപ്പൊ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഇത് ബൈ ഇലക്ഷൻ അല്ല, ഈ പാലക്കാട് പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ അല്ലെങ്കിൽ നേമം പോലെ അങ്ങനെയുള്ള ഒരു 20-25 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എതിരാളികൾക്ക്, എതിർപക്ഷത്തുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി അവരുടെ ഇലക്ട്രൽ സ്ട്രാറ്റജി ഒന്നും അധികം ഇത്രയും സ്ഥലങ്ങളിൽ മാറ്റാൻ കഴിയില്ല. അവിടെയാണ് BJP ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി ദീർഘകാലം, അങ്ങനെയാണല്ലോ സുഹൃത്തെ ഈ രാജ്യം മുഴുവൻ ഈ BJP വളർന്നത്. BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ BJP ഇന്നും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അങ്ങനെയുള്ള ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നേനെയും. എന്തായാലും പക്ഷേ കംഫർട്ട് സോണുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയല്ലേ എന്ന സംശയമുണ്ട്. വേണ്ടെന്നല്ല പറഞ്ഞത്, അത് വേണ്ട. പക്ഷെ കംഫർട്ട് സോണുകളിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ BJP-ക്ക് സാധിക്കാത്തൊന്നുമില്ല. കാര്യം കേരളത്തിൽ തന്നെ ഇത് തെളിയിച്ചല്ലോ, എത്രയോ വട്ടം, പലവട്ടം തെളിയിച്ച കാര്യമാണ്. എന്തായാലും പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് പാലക്കാട് എന്ന് തന്നെ അത് വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെത്താം. ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നു.